ഹായ് ഫ്രണ്ട്സ്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതുവരെയുള്ള പാർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം താഴെയായിട്ട്. സോ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 2021 51 മുതലുള്ള ക്വസ്റ്റ്യൻ, അതായത് മാത്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 51 മുതലുള്ളത് മാത്സ് റിലേറ്റഡ് ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മാത്സ് ആണെങ്കിലും പാറ്റേൺ മാറിയിരുന്നെങ്കിൽ പോലും കോമൺലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്തത് ചോദിച്ചു പോയത്. അതിൽ വളരെ സിമ്പിളായിട്ടാണ് അന്ന് ക്വസ്റ്റ്യൻ, ഏകദേശം പ്രിലിംസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചത്. എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. ഓക്കെ, വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 ആണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണേ, പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കണം, കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. ഇനി അപ്പോൾ ഇതിങ്ങനെ ചെയ്യാന്നല്ല, 30% കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, വിജയിച്ച കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. സോ വിജയിച്ച കുട്ടികളുടെ എണ്ണം എത്രയാണ്? 60 പേരാണ്. അപ്പോൾ 30% എന്ന് വെച്ചാൽ 60. നമുക്ക് കാണേണ്ട ഏതാ? പരാജയപ്പെട്ടവരുടെ എണ്ണമാണ്. അതായത് പരാജയപ്പെട്ടവർ 30% ജയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് പരാജയപ്പെട്ടിട്ടുണ്ടാവും? 70% പരാജയപ്പെട്ടിട്ടുണ്ടാവും. 70% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 30% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 30% 60 ആണെങ്കിൽ 10% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, രണ്ട് സൈഡിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റായിട്ട് എന്ത് കിട്ടും? 10% കിട്ടും. സോ 10% എന്ന് പറയുന്നത് എത്രയാണ്? 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20. ഇനി നമുക്ക് ഈ 10%നെ 70ലേക്ക് മാറ്റണം. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 7 കൊണ്ട് ഗുണിക്കണം. രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 10 × 7 70. 70% എന്ന് പറയുന്നത് 20 × 7 140. അപ്പോൾ 70% എന്ന് പറയുന്നത് എത്രയാണ്? 140 ആൻസറായിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ഏതാ? സി ആണ്. വേറെ രീതിയിൽ ചെയ്യാം, ഞാൻ ജസ്റ്റ് ഈ ഒരു രീതി പറഞ്ഞാണ്. 30% എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുക? 30 കുട്ടികളുടെ എണ്ണം എക്സ് ആയിട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് അറിയാവുന്ന രീതിയിൽ എന്താ ഏറ്റവും ഫോളോ ചെയ്യുന്ന ഏറ്റവും കംഫർട്ടായ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. 52ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ത്രികോണത്തിൻ്റെ കോണളവുകൾ തന്നിട്ടുണ്ട് 2:3:4. ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോണളവുകൾ ഏത് അംശത്തിലാണ് ഉള്ളത്? 2:3:4. അതായത് ടോട്ടൽ 3, 2, 5, 4, 9 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് കോണിന്. അതായത് കോണളവുകൾ നിങ്ങൾക്കറിയാം, ടോട്ടൽ കോണളവ് എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിൻ്റെ എത്രയാണ്? 150 ഡിഗ്രിയാണ്. സോ 9 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗത്തിൻ്റെ കോണളവ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? 150/9 എന്ന് വെച്ചാൽ എത്രയാണ്? 20 ഡിഗ്രി ഉണ്ടാവും അല്ലേ? 150/9 എന്ന് വെച്ചാൽ 20 ഡിഗ്രി. അതായത് ഒരു ഭാഗം 20 ഡിഗ്രിയാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ചെറിയ കോണളവും വലിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം. ചെറിയ കോണളവ് എല്ലായ്പ്പോഴും 2 ഭാഗത്തിന് തുല്യമായിരിക്കും, വലിയ കോണളവ് 4 ഭാഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2 ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം നമുക്ക് കിട്ടി 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 2 ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ഭാഗം എന്ന് പറയുമ്പോൾ 20 × 2 എത്രയാണ്? 40. ഓക്കെ, 40 ഡിഗ്രിയാണ് ആൻസറായിട്ട് വരാം. ക്ലിയർ ആണേ? 53 പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഒന്നും വേണ്ട. ഇതിൽ എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള നേർദൂരം എത്രയാണ്? 15 കിലോമീറ്ററാണ്. അതായത് ഇതാണെന്ന് വിചാരിക്കും, ഇതാണ് എ ബി. എ ഇവിടെയാണ്, ബി ഇവിടെയാണ്. 15 കിലോമീറ്റർ ഉണ്ട് ടോട്ടലായിട്ട്. ഒരാൾ 6 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ബിയിലേക്ക് 10 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് 10 km/മണിക്കൂർ കേട്ടോ, 10 km/h. അതേപോലെ മറ്റൊരാൾ അതേ സമയത്ത് ബിയിൽ നിന്ന് പുറപ്പെട്ട് 20 km/മണിക്കൂർ വേഗതയിൽ എയിലേക്ക് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, 20 km/h. റെഡി? ഏത് സമയത്താണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ആദ്യം 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് നോക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ആ എ എന്നുള്ള ആൾ എന്ത് ചെയ്യും? 10 കിലോമീറ്റർ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ? ബി എന്നുള്ള ആളോ 20 കിലോമീറ്റർ ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും. അപ്പോൾ കാരണം എന്താ? ആകെ 15 കിലോമീറ്ററല്ലേ ഈ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അരമണിക്കൂറിൽ ഇവർ സഞ്ചരിക്കുന്ന എടുത്താൽ മതി. അപ്പം തന്നെ ആൻസർ കിട്ടും. 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അരമണിക്കൂറിൽ സഞ്ചരിക്കുന്ന എത്രയായിരിക്കും? നേരെ പകുതി 5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ? അരമണിക്കൂറിൽ. ഇവിടെയും അരമണിക്കൂറിലാണെങ്കിലോ 1 മണിക്കൂറിൽ 20 കിലോമീറ്റർ. സോ അരമണിക്കൂറിലാകുമ്പോൾ 20ൻ്റെ നേരെ പകുതി 10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കറക്റ്റ് അല്ലേ? 10ഉം 5ഉം 15 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ നടന്നത് 15 കിലോമീറ്റർ ആണ്. അതാണ് നമുക്ക് വേണ്ടത്. സോ അരമണിക്കൂർ കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? കണ്ടുമുട്ടും. ഓക്കെ, അരമണിക്കൂർ കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 6 AM പുറപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ 6:30 എന്ത് ചെയ്യും? ഇവർ തമ്മിൽ കണ്ടുമുട്ടും. ഓക്കെ, ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ. 2 മുതൽ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ്.
2 മുതലുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഒരു 2, 4, 6 മുതൽ ആദ്യത്തെ 50 എണ്ണം വേണം. 50 വരെയല്ല കേട്ടോ, 50 എണ്ണമാണ്. 50 എണ്ണം എന്ന് പറയുമ്പോൾ അവസാനത്തെ എത്ര ഇരട്ട സംഖ്യ ഏതായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ 1 എന്ന് പറയുമ്പോൾ 2, 2 എന്ന് പറയുമ്പോൾ 4, 3 എന്ന് പറയുമ്പോൾ 6, അപ്പോൾ 50 എന്ന് പറയുമ്പോൾ 100. അപ്പോൾ ഇതിൻ്റെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കാണാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം? കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സാണിത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂട്ടുക. 100 2 കൂട്ടിയാൽ 102, 2 കൊണ്ട് ഹരിക്കും. ഇപ്പോൾ 102/2 എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും? 51. ഓപ്ഷൻ ഇതാ, ഓപ്ഷൻ സി ആണ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗ സംഖ്യ ലഭിക്കും? ഓക്കെ, അപ്പോൾ 1100 എന്തായാലും ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. 1100ന്റെ തൊട്ട് മുകളിലുള്ള പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഏത് സംഖ്യയുടെ വർഗ്ഗം കണ്ടാലാണ് 1100 കിട്ടുക എന്നുള്ളത് നോക്കുക. അതിൻ്റെ മുകളിൽ ഇപ്പോൾ 30 ആണെങ്കിൽ നമുക്കറിയാം. 30 ആകുമ്പോൾ ഏകദേശം എത്ര കിട്ടും? 30 ആകുമ്പോൾ 30 3 × 3 9 900 എത്തും. ഓക്കെ, 40 എത്തുകയില്ല. 40 4 × 4 16 1600 വരിക. അപ്പോൾ 30ൻ്റെ 40ൻ്റെ ഇടയിലാണ്. 30ൻ്റെ തൊട്ട് മുകളിൽ ഏകദേശം വരും. ഒരു 33 നിങ്ങൾ എടുത്ത് നോക്ക്. 33 × 33 ചെയ്താൽ എത്ര ഉണ്ടാവും? 3 × 3 9, 3 × 3 9, 9 18, 1 ബാക്കി 1089. എത്തിയിട്ടില്ല അല്ലേ? മിക്കവാറും 34 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 34 ചെയ്യുമ്പോഴാണെങ്കിൽ എത്ര ഉണ്ടാവും? 34 × 34 ചെയ്ത് നോക്കാം. ഓക്കെ, 34 × 34 ചെയ്യുമ്പോൾ 16, 12 1 13. അടുത്തത് 1 16, 9 10. എത്ര ഉണ്ടാവും? 6, 6 3 9, 1 1 1196 അല്ല, റേഡിയോ 16, 4 3 12 13. ഇവിടെ തെറ്റിയിട്ടുണ്ട്. 3 × 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കേട്ടോ. ഓക്കെ, 3 × 3 9 1 10 റെഡി. ഇനി 6 3 2 5 അവിടെ വരും. അപ്പോൾ 1156 വരും. അപ്പോൾ 1156 തൊട്ട് മുകളിൽ വരുന്ന ഏത് പൂർണ്ണസംഖ്യ? നമുക്ക് 1100 ആയിരുന്നു കറക്റ്റ് ചോദിച്ചത്. 1100 എത്ര കൂട്ടണം? 1156 കിട്ടാൻ 56 കൂട്ടണം. ഓക്കെ, ഇനി അടുത്തത് താഴെ കൊടുക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. ഓക്കെ, ഒരു ശ്രേണി തന്നിട്ടുണ്ട്, അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ സംഖ്യകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കത്തണം. എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യകളായിട്ട് നമുക്ക് ബന്ധമുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ 7 എന്ന് പറയുമ്പോൾ 8 മൈൻഡിൽ വരണം. 26 എന്ന് പറയുമ്പോൾ 27, 63 എന്ന് പറയുമ്പോൾ 64, 104 എന്ന് പറയുമ്പോൾ 105 മൈൻഡിൽ വരണം. അതായത് ഇതൊക്കെ ക്യൂബിനേക്കാൾ 1 കുറഞ്ഞതാണ്. അതായത് 0 എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതാണ്. ഇനി 7 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബ്, അതായത് 2ൻ്റെ ക്യൂബ് എത്ര? 8. 8 നിന്ന് 1 കുറച്ചതാണ്. 26 എന്ന് പറയുന്നത് എന്താ? 3ൻ്റെ ക്യൂബിൽ നിന്ന് 1 കുറച്ചതാണ്. 3ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27, അതിൽ നിന്ന് 1 കുറച്ചാണ്. സോ 63 എന്ന് പറയുമ്പോൾ 4 ക്യൂബ് - 1 ആണ്. ഇത് 5 ക്യൂബ് - 1 ആണ്. നമുക്ക് വേണ്ടത് 6 ക്യൂബ് - 1 ആണ് അടുത്ത സംഖ്യ. സോ 6 ക്യൂബ് എന്ന് പറയുന്നത് എത്ര വരും? 216 വരും. 216 1 കുറച്ച് എത്ര വരും? 215. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. ഇനി 57. ഒരു ക്ലോക്കിൽ സമയം 8:20 ആയാലും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയുടെ ഇടയിലുള്ള കോണിൻ്റെ അളവ് ഏതാ ഇക്വേഷൻ? 30h - 11/2 m. ഇതാണ് ഇക്വേഷൻ. ഇതിൽ അവറിൻ്റെ ടൈമിൽ അവറിൻ്റെ എച്ചിൻ്റെ സ്ഥാനത്ത് ചെയ്ത് കൊടുക്കുക? 8 കൊടുക്കുക. സോ 30 × 8 - 11/2 × എമ്മിൻ്റെ സ്ഥാനത്ത് മിനിറ്റ് 20 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 30 × 8 ചെയ്യുമ്പോൾ 3 × 8 24, 240 എന്ന് കിട്ടും. ഇവിടെ 220 10 പ്രാവശ്യം പോകും. 11 × 10 110 എന്ന് കിട്ടും. ഇപ്പോൾ 240 110 കുറച്ച് എത്ര ഉണ്ടാവും? 230 130. ഓക്കെ, 130 ആൻസർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ. 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോഡിങ് ഡീകോഡിങ് ആണ്. ഒന്നുമില്ല, ഓരോ ലെറ്ററോ ഏതോ എങ്ങനെയാണ് ഇത് കണക്ട് ആയിരിക്കുന്നത്. ഞാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ജി ഇതിൽ ഓരോന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ GHIJ, അതായത് 3 വിട്ടിട്ട് 4ാമത്തെ ലെറ്റർ ആയിട്ടുള്ള കെ ആണ് വരുന്നത്. GHIJK. അതേപോലെ തന്നെയാണ് അടുത്ത വരുന്നത്. ഓക്കെ, ഇ കഴിഞ്ഞിട്ട് 3 വിടുക. ഇ കഴിഞ്ഞാൽ 3 ഏതെങ്ങനെ വരും? FGH. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് I. അതേപോലെ തന്നെ ജെ 3 വിട്ട് കഴിഞ്ഞാൽ JKLM. അടുത്തത് N. ഒക്കെ ആ രീതിയിലാണ് വരുന്നത്. ആ രീതിയിൽ ഇവിടെ നോക്കുമ്പോൾ ഏതാ വരിക? HKN. ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. H കഴിഞ്ഞിട്ട് 3 വിട്ടിട്ടാണ് L വരുന്നത് നോക്കുക. HIJKL കറക്റ്റാണ്. അതേപോലെ K കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ടാണ് O വരുന്നത്. JKLMNO കറക്റ്റ്.
അപ്പോൾ HK എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറായി. HK എന്ന് കിട്ടിയാൽ തന്നെ ഓപ്ഷനില്ലാതെ ഏതോ ഒന്ന് മാത്രമേ ഉള്ളൂ. HKയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ, ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, വടക്ക്, ഇതാണ് വടക്ക്, താഴെ ഇപ്പോൾ എന്താ തെക്ക്, അടുത്ത് ഇവിടെ വരുന്നത് പടിഞ്ഞാറ്, അടുത്തത് ഇവിടെ വരുന്നത് കിഴക്ക് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് അയാൾ സ്ഥലം വിടുന്നത്. ഒരാൾ A എന്ന സ്ഥലത്ത് നിന്ന്, ഇവിടെ A എന്ന സ്ഥലം അവിടെയാണെന്ന് വിചാരിക്കും. ഞാൻ ഈ കുത്തിട്ട ഭാഗമാണ് A. അപ്പോൾ A എന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാണ്, നേരെ കിഴക്കോട്ട് 5 കിലോമീറ്റർ പോയി, ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ പോയാൽ അതിനുശേഷം സഞ്ചരിച്ച് അവിടെ നിന്ന് വടക്കോട്ടേക്ക് ഒരു 3 കിലോമീറ്റർ, ഇങ്ങോട്ടേക്ക് ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും അവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ടേക്ക് എന്ത് ചെയ്തു 1 കിലോമീറ്റർ. അപ്പോൾ ഇത്ര 1 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് B എന്നുള്ള സ്ഥലത്തെത്തും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു അയാൾ. അങ്ങനെയാണെങ്കിൽ Aയും Bയിൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ദൂരമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ദൂരം എടുക്കണമെങ്കിൽ എന്തെടുക്കണം, ഇതൊരു ത്രികോണാക്കിയിട്ട് എടുക്കണം. അതായത് ഇത് കംപ്ലീറ്റ് ആക്കും ഒരു ത്രികോണമായിട്ട്. അപ്പോൾ ത്രികോണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ താഴെ ടോട്ടൽ ഇങ്ങോട്ടേക്ക് 5 പോയിട്ടുണ്ട്, മുകളിൽ 1 ഇടത്തോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് 4 വരിക അല്ലേ. ഇനി ഇതിന് സമാനമായിരിക്കും 3. അപ്പോൾ ഒരു ത്രികോണം കിട്ടിയ ആ ത്രികോണത്തിൻ്റെ എന്താണ് പാദവും ലംബവും 4, 3 ആണെങ്കിൽ, പാദവും ലംബവും 4, 3 ആണെങ്കിൽ കർണം നടന്ന എത്രയായിരിക്കും 5 ആയിരിക്കും. ഓക്കെ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഓർത്ത് വെക്കണേ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, √4² + 3² കണ്ടുപിടിച്ചാൽ മതി. 4² + 3² കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും, √25 5 എന്നുള്ളത് ആൻസർ കിട്ടും. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്യൂവിൽ അരുണിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 17ആണ്. അതായത് ഇതാണ് ഫ്രണ്ട് എന്ന് വെച്ചാൽ അരുൺ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ 17ാമത് എന്ന് പറയുമ്പോൾ 16 പേര് ഫ്രണ്ടിലുണ്ട്. ഓക്കെ, ഇനി പിറകിൽ നിന്ന് 33ാമത്തെ ആളാണ്. പിറകിൽ നിന്ന് 33ാമത്തെ ആൾ എന്ന് പറയുമ്പോൾ 32 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പിറകിലുണ്ടാവും. അങ്ങനെയാണ് ക്യൂബിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. ടോട്ടൽ ആളുകൾ എത്ര ഉണ്ടാവും, 32ഉം 16ഉം പിന്നെ അരുൺ ഒരാളും അല്ലേ. അപ്പോൾ എത്ര ഉണ്ടാവും, 6 2 8 1 9, 3 1 4 1 3 1 4 49 പേര് കേട്ടോ ക്യൂബിലുണ്ടാകുന്ന ആളുകളുടെ എണ്ണം. ഇത്രയാണ് മാത്സ് കോഴ്സ്. എനിക്ക് അടുത്ത ഇംഗ്ലീഷാണ് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ് നമുക്ക് അടുത്തൊരു പാട്ടിലാക്കിയിട്ട് ഓക്കെ ബൈ.